കർത്താവിൻ്റെ ധന്യനാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ വിശുദ്ധ വന്ദനത്തെ അറിയിക്കുന്നു. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവിടുത്തെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. നമ്മുടെ സകല അകൃത്യങ്ങളും മോചിച്ച് രോഗങ്ങളെ സൗഖ്യമാക്കി ജീവനെ നാശത്തു നിന്ന് വീണ്ടെടുത്ത് ദയയും കരുണയും നമ്മളെ അണിയിക്കുന്ന ഉന്നതനായ ദൈവത്തിന് നന്ദി പറയാം. രാജാതിരാജാവും കർത്താവുമായവൻ, അമർത്യതയുള്ളവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, ഭൂരാജാക്കന്മാർക്കധിപൻ, അവിടുത്തെ സാന്നിധ്യം ഇന്നു പകൽ തിരിച്ചറിയാൻ സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ടാലും ലോകത്തിൻ്റെ അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയിരിക്കും. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. പിതാവായ ദൈവത്തിന് മുന്നിലും വിശ്വസിപ്പീനെന്ന് യേശു വിളിച്ചു പറഞ്ഞു. ലോകത്തിൻ്റെ അവസാനം വരെ കൂടെ ഇരിക്കാമെന്ന് ഒറ്റ വ്യക്തിക്കും പറയാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ കർത്താവിന് മാത്രമേ കൂടെ ഇരിക്കാൻ കഴിയൂ. വീഴുന്നവരെയൊക്കെ യഹോവ താങ്ങുന്നു, കുനിഞ്ഞിരിക്കുന്നവരെയൊക്കെ യഹോവ നിവർത്തുന്നു. എല്ലാവരുടെയും കണ്ട ദൈവത്തെ നോക്കി കാത്തിരിക്കുന്നു. ഇന്ന് പകലിലും ആ സാന്നിധ്യം വ്യക്തമായി തിരിച്ചറിയാൻ പരിശുദ്ധാത്മാവിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വരുവാൻ ഉള്ളവൻ വരും, താമസിക്കുകയില്ല. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് ശക്തമായി പ്രഖ്യാപനം ചെയ്യാൻ നമുക്ക് തയ്യാറാകാം. കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. കാഹളം ധ്വനിക്കാൻ പോകുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ വരാൻ പോകുന്നു. പ്രിയരെ, ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. ജീവനോട് ശേഷിക്കുന്നവർ രൂപാന്തരപ്പെട്ട മേഘങ്ങൾ അവനോട് ഒരുമിച്ച് എടുക്കപ്പെടും. പ്രത്യാശയോടെ കാത്തിരിക്കാൻ, വിശുദ്ധിയോടെ കാത്തിരിക്കാൻ, ഒരുക്കത്തോടെ കാത്തിരിക്കാൻ, വചനപ്രകാരം ജീവിക്കാൻ, ആത്മീയരായിരിക്കാൻ ഇന്ന് പകലിലും അവിടുത്തെ ആത്മാവ് നമ്മളെ ആഹ്വാനം ചെയ്യുന്നു. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ എൻ്റെ പക്കൽ പ്രതിഫലമുണ്ടോ എന്ന് അരുളി ചെയ്ത വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ മടങ്ങി വരവിനായി നമുക്ക് ഒതുങ്ങാം. കാഹളത്തിനായി കാതോർക്കാം. കട്ടവും ദുഃഖവും മുറവിളിയും മരണവുമില്ലാത്തൊരു നാട് അവിടെ നമുക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ആ നാട്ടിലേക്കുള്ള പ്രയാണത്തിലാണ് നമ്മൾ. അവിടുന്ന് വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾക്കായി ഒരു ഭവനം ഒരുക്കാൻ പോകുന്നു. വേഗം അവിടുന്ന് തിരിച്ചു വരുന്നു. പ്രത്യാശയുള്ള ഏവരുമേ അവിടുത്തെ വരവിനായി ഒരുങ്ങൂ. കൈവിടപ്പെട്ടു പോകരുത്. നാളെ നമുക്കൊരു ചാൻസ് ഉണ്ടാവില്ല. വിശ്വസിച്ചാൽ, കർത്താവിൻ്റെ വചനം അംഗീകരിച്ചാൽ, അതിനനുസരിച്ച് ജീവിച്ചാൽ നിത്യരാജ്യത്തിൽ നമുക്ക് എത്താൻ സാധിക്കും. ഈ ഭൂമിയിൽ എന്ത് നേടിയാലും അതിവിടം കൊണ്ട് തീരും. ഒന്നും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഈ ലോകത്ത് നേടുന്നതൊക്കെ അതിവിടം കൊണ്ട് അസ്തമിക്കുമ്പോൾ ഉയരത്തിലുള്ളതിന് വേണ്ടി, നിത്യതയ്ക്ക് വേണ്ടി ഡെപ്പോസിറ്റ് ചെയ്യാൻ നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. സൽഗുണപൂർണരായിത്തീരാം. ആത്മാവിൽ ശക്തിയോടെ നിൽക്കാം. ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവണം. ഫലമില്ലെങ്കിൽ വരം കൊണ്ട് യാതൊരു കാര്യമില്ല. ആത്മാവിൻ്റെ ഫലം സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, ഇന്ദ്രിയ, വിശ്വസ്ത, സൗമ്യത, ഈ ഗുണങ്ങൾ നമ്മുടെ അകത്തുണ്ടാവണം. ആത്മീയനിൽ ഈ ഗുണങ്ങളുണ്ടാവും. പ്രിയരെ, അഭിഷേകത്തോടെ മുമ്പോട്ട് വരുന്ന ഒരു സമൂഹത്തെ ചേർക്കാൻ എൻ്റെ കർത്താവ് വേഗം വരാറായി. ഒരുങ്ങാം. ദൈവാത്മാവ് വീണ്ടും ആഹ്വാനം ചെയ്യും. നമുക്ക് ഒരുങ്ങാം. നാം നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല,
വിശ്വസിച്ച് ജീവരക്ഷകരമായിരിക്കുന്ന കൂട്ടത്തിലാകിയാൽ നമുക്ക് വിശ്വാസത്തോടെ മുമ്പോട്ട് പോകാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. വളരെ സുപരിതമായൊരു വാക്യം നമ്മൾ വീണ്ടും ചിന്തിക്കുന്നു. യെശയ്യാപ്രവചനം 43-ന്റെ 2-ാമത്തെ വാക്യം. നീ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോകുകയില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. നോക്കൂ, പരിശുദ്ധാത്മാവ് ശക്തമായി വിളിച്ചു പറഞ്ഞൊരു പ്രസ്താവനയാണ് നാം വായിച്ചു കേട്ടത്. യാക്കോബിനോട് ദൈവം പറയുന്ന ഒരു പ്രസ്താവന. യാക്കോബേ, നീ സൃഷ്ടിച്ചവൻ. നീ സൃഷ്ടിക്കപ്പെട്ടത് യാക്കോബായിട്ടാണ്, അല്ലേ? പക്ഷേ നിർമ്മിക്കപ്പെട്ടത് എന്താണ്? ഈ സൃഷ്ടിപ്പും നിർമ്മാണവും. സൃഷ്ടിക്കപ്പെട്ട യാക്കോബായിട്ടാണ്. അവൻ്റെ സ്വഭാവത്തിനകത്ത് ഒത്തിരി വ്യത്യാസങ്ങളുണ്ടായിരുന്നു. പല പേരുകളിൽ അവൻ അറിയപ്പെടുന്നതായി എന്നൊക്കെ. പക്ഷേ നിർമ്മിക്കപ്പെട്ടത് ഇസ്രായേലായി. മിനുസം വരുത്തി, രൂപാന്തരം വരുത്തി, മാറ്റങ്ങൾ വരുത്തി, ക്രമീകരിക്കേണ്ടതെല്ലാം ക്രമീകരിക്കുമ്പോഴാണ് അതിനെ നിർമ്മാണമെന്ന്. നമ്മളൊരു വീട് വെച്ച് കഴിഞ്ഞാൽ അത് ഇഷ്ടിക വെച്ച് കെട്ടി, അത് നിർമ്മാണം പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞാൽ സിമൻറ്റ് തേച്ച്, പെയിൻ്റ് അടിച്ച്, എല്ലാ ഫിനിഷിങ്ങും കഴിയുമ്പോഴാണ് നിർമ്മാണം ആയെന്ന് പറയുന്നത്. അതുപോലെയാണ് ജീവിതത്തിൽ യാക്കോബായി സൃഷ്ടിക്കപ്പെട്ട വ്യക്തിക്ക് ദൈവം ഒരു പെരുമാറ്റം ഇസ്രായേലാക്കി മാറ്റി ഒരു രൂപാന്തരത്തിലേക്ക്, മാറ്റത്തിലേക്ക് വരികയാണ്. ആ യാക്കോബിനെ അഭിസംബോധന ചെയ്ത്, ഇസ്രായേലിനെ അഭിസംബോധന ചെയ്ത് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്ന പ്രസ്താവനയാണ്, നീ വെള്ളത്തിലൂടെ കടക്കും. കടക്കത്തില്ലെന്നല്ല, തീയിലൂടെ കടക്കും. അഗ്നിജാലം ഫേസ് ചെയ്യേണ്ടി വരും, വെള്ളത്തിലൂടെ പോകേണ്ടി വരും. പക്ഷേ നീ പരാജയപ്പെടില്ലെന്ന് അവിടെ പറഞ്ഞത്. നീ വെന്തു പോകത്തില്ല. നിന്റെ മീതെ നദി കവിയുകയില്ല. കാരണം നദിയില്ലെന്നല്ല, എബ്രായ ബാലന്മാരുടെ ജീവിതത്തിൽ തീയുടെ ചൂട് 7 മടങ്ങ് വർദ്ധിച്ചില്ലേ? തീ ഉണ്ടായോ? ഉണ്ടായി. തീ കെട്ടോ? ഇല്ല. തീക്കകത്തും ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ടെന്ന് മനസ്സിലാകത്തക്ക രീതിയിൽ ദൈവാത്മാവിൻ്റെ ഒരു പ്രവൃത്തി അവിടെ ഇറങ്ങുകയാണ്. നിങ്ങൾ ചിന്തിക്കണമേ, ഇവിടെ യാക്കോബിനെ ഇസ്രായേലിനെ അഭിസംബോധന ചെയ്ത് പരിശുദ്ധാത്മാവ് പറയുന്നു, നീ ഇതൊക്കെ ഫേസ് ചെയ്യേണ്ടി വരുമ്പോഴും, 1-ാം വാക്യം ഒന്ന് ശ്രദ്ധിച്ചു, നീ എനിക്കുള്ളവൻ തന്നെ, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. പ്രിയരെ, ദൈവത്തിനുള്ളവനാണോ? ദൈവത്തിൻ്റെ വകയാണോ? ദൈവം തിരഞ്ഞെടുത്തതാണോ? ദൈവം പേര് ചൊല്ലി വിളിച്ചതാണോ? പ്രതിസന്ധികളെ അവന് പരാജയമായി, പ്രതിസന്ധികളെ അവൻ അതിജീവിക്കാൻ കഴിയാത്ത അവസ്ഥയായി ഒരിക്കലും കാണില്ല. കാരണം അവനെ വിളിച്ചത് ദൈവമാണ്. യാക്കോബിന് നോക്കൂ, പ്രതിസന്ധികൾ ഇഷ്ടം പോലെ പിന്നെ വന്നില്ലേ? എബ്രായ ബാലന്മാർക്ക് വന്നില്ലേ? യോസഫിന് വന്നില്ലേ? ദാനിയേലിന് വന്നില്ലേ? യോഹന്നാന് വന്നില്ലേ? പൗലോസിന് വന്നില്ലേ? പക്ഷേ നീ എനിക്കുള്ളവൻ തന്നെ. ഇന്ന് പകൽ ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, തനിക്കുള്ളവരെ അറിയുന്ന ദൈവം. അവരെ അഗ്നി വന്നാലും, സിംഹത്തിൻ്റെ കുഴി വന്നാലും, വെള്ളം വന്നാലും, യോർദാൻ വന്നാലും അവർക്കൊന്നും സംഭവിക്കില്ല. ഇതിനെയൊക്കെ ജയിക്കുന്ന ഒരു അധികാരം ദൈവം അവർക്ക് നൽകിയിട്ടുണ്ട്. അതാണ് എൻ്റെ ദൂത. പ്രതിസന്ധി കാണുമ്പോൾ, തീ കാണുമ്പോൾ, ശോധന കാണുമ്പോൾ, പ്രതികൂലങ്ങളുടെ കാറ്റ് കാണുമ്പോൾ, ഒഴുക്കിക്കളയുന്ന യോർദാൻ കാണുമ്പോൾ നിരാശപ്പെടരുത്. ഒരു ശബ്ദം നമ്മൾ കേൾക്കണം, ദൈവത്തിൻ്റെ ശബ്ദം, നീ എനിക്കുള്ളവൻ, നീ എനിക്കുള്ളവൻ, ഞാൻ നിന്നെ കൈവിടില്ല.
ഞാൻ നിന്നെ തകർക്കുന്ന ദൈവമല്ല, അവിടെ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവമാണ്. അവിടെ നിന്നെ കരുത്തോടെ നിർത്തുന്ന ദൈവമാണ്. നിന്നെ ശക്തീകരിക്കുന്ന ദൈവമാണ്. നിന്റെ മേൽ അഭിഷേകത്തിൻ്റെ ശക്തി പകരുന്ന ദൈവമാണ്. ധൈര്യത്തോടെ പറ, ദൈവമേ, ഞാൻ അങ്ങയുടെ വാക്ക് വിശ്വസിച്ച് ഞാൻ അങ്ങേക്കുള്ളവൾ, ഞങ്ങളുടെ കുടുംബം അങ്ങേക്കുള്ളത്. ഓ ഹല്ലേലൂയ! ദൈവാത്മാവിൻ്റെ വലിയ സാന്നിധ്യം ഇന്നു പകൽ വ്യാപരിക്കുകയാണ്. കർത്താവ് വിളിച്ചു പറയുന്നു, നിങ്ങൾ എനിക്കുള്ളവർ. പ്രിയരെ, പ്രാർത്ഥിക്കാനും ദൈവത്തെ ആരാധിക്കാനും വചനം വിളിച്ചു പറയാനും മുട്ടുമടക്കാനും പ്രതിസന്ധിയുടെ നടുവിൽ ദൈവത്തിന് വേണ്ടി നിൽക്കാനും നിങ്ങൾ തയ്യാറായെങ്കിൽ കർത്താവ് വിളിച്ചു പറയുന്നു, നീ എനിക്കുള്ളവൻ, ഞാൻ നിന്നെ അറിയുന്നു. യോഹന്നാൻ സുവിശേഷം പറയുന്നു, എനിക്കുള്ളവൻ ഞാൻ അറിയുന്നു. എനിക്കുള്ളവയെ ഞാൻ നടത്തുന്ന ദൈവമാ. എനിക്കുള്ളവയെ ഞാൻ കൈവിടാത്ത ദൈവമാ. തനിക്കുള്ളവയെ പുറത്തു കൊണ്ടുവരുന്ന ദൈവമാ. മേച്ചിലേക്ക് എത്തിക്കുന്ന ദൈവമാ. ഇന്ന് പകൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ദൈവത്തിനുള്ളതിനെ ദൈവം അറിയുന്നു. തീച്ചുള വരട്ടെ, യോർദാൻ വരട്ടെ, സിംഹക്കുഴി വരട്ടെ, പത്മോസിൻ്റെ ഏകാന്തത വരട്ടെ, കഷ്ടത, പട്ടിണി, നഗ്നത വരട്ടെ, വിളിച്ചു പറ, ഞങ്ങൾ കർത്താവിനുള്ളവർ, ഞങ്ങൾ കർത്താവിനുള്ളവർ. പ്രിയരെ, കർത്താവിനുള്ളവരെ കർത്താവ് വേർതിരിക്കും. അവരെ സൂക്ഷിച്ചു നിർത്തും. എലീശയെ, അരാം സൈന്യം നിനക്കെതിരെ നിന്നാലും ഭയപ്പെടേണ്ട. എലീശയ്ക്ക് ഒരു കുലുക്കം ഉണ്ടായില്ല. കാരണം താൻ കർത്താവിൻ്റെ വകയാണ്. തൻ്റെ ചുറ്റും അഗ്നിമയവും അശ്വമായ രഥം ഇറങ്ങി നിൽക്കുന്നത് വെളിപ്പാടിൽ കണ്ട ഒരു ഭക്തനായിരുന്നു എലീശയെങ്കിൽ ഇന്ന് പകൽ ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, കർത്താവിനുള്ളവരെ ദൈവം അറിയുന്നു. നിങ്ങളേത് പ്രതിസന്ധിയിലൂടെ പോയാലും തകർന്നൊന്ന് ലോകം പറയട്ടെ, അടുത്ത നിമിഷം ആര് നിങ്ങൾക്ക് വേണ്ടി കരുതുമെന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഇല്ല, കർത്താവിനുള്ളവർക്ക് വേണ്ടി കരുതുന്ന ദൈവം, മേച്ചിലേക്ക് എത്തിക്കുന്ന ദൈവം, ഇരിക്കുന്നിടത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം, നിങ്ങളെ കാണുന്ന ദൈവം. എനിക്കുള്ളവയെ ഞാൻ അറിയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ദൈവശക്തി ഒന്ന് വ്യാപരിക്കട്ടെ. നിരാശകൾ മാറട്ടെ. ആത്മാവിൻ്റെ ഒരു വലിയ പരിവർത്തനം ഇന്ന് പകൽ ജനത്തിൻ്റെ മേൽ വ്യാപരിക്കട്ടെ. സർവശക്തിയുള്ള ദൈവമേ, ഉന്നതനായ ദൈവമേ, ഉയർന്നിരിക്കുന്ന ദൈവമേ, തീയിലൂടെ പോയാലും വെള്ളത്തിലൂടെ പോയാലും യാക്കോബേ, നീ എനിക്കുള്ളവൻ, ഇസ്രായേലേ, നീ എനിക്കുള്ളവൻ. അങ്ങനെയെങ്കിൽ ഇന്ന് പകലും ആ സാന്നിധ്യം ഞങ്ങൾ തിരിച്ചറിയുന്നു. പിതാവേ, അങ്ങ് ഞങ്ങളെ കൈവിടാത്തവനാണ്, അങ്ങ് ഞങ്ങളെ ഉപേക്ഷിക്കാത്തവനാണ്. നിങ്ങളുടെ പ്രവൃത്തിക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ ബലത്തോടെ, ഈ ശക്തിയോടെ അവിടെ ഞങ്ങളെ മുമ്പോട്ട് കൊണ്ടുവരുന്നതിനായി സ്തോത്രം. കൃപമേൽ കൃപ വ്യാപരിച്ച് ആത്മശക്തിയോടെ മുമ്പോട്ട് പോകാൻ അവിടുന്ന് ഇടയാക്കുന്നതിനായി സ്തോത്രം. സകല മഹത്വവും തൃപ്പാദത്തിങ്കൽ മാത്രം അർപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ കൃപയുണ്ടായി പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, വിളിച്ചു പറ, ഞാനും എൻ്റെ കുടുംബവും ദൈവത്തിനുള്ളതാണ്. ദൈവത്തിനുള്ളതിനെ ദൈവം സൂക്ഷിക്കും, ദൈവം നടത്തും. പ്രതികൂലങ്ങളിലും ദൈവത്തിൻ്റെ കരം അവരെ പിടിച്ചിട്ടുണ്ട്. ഈ വചനങ്ങളാൽ അവിടെ സഹായിക്കട്ടെ. ക്രിസ്തയേശുവിൽ നിങ്ങളുടെ സഹോദരൻ ബിജു മാത്യു.